ഈ ഹൈറ്റിലേക്ക് 2000 ലിറ്റർ ടാങ്ക് നിങ്ങൾ എങ്ങനെ കയറ്റും? ഞങ്ങൾ ചെയ്ത് ഇതാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ക്രെയിൻ ഉപയോഗിക്കാതെ 2000ന്റെ ടാങ്ക് സിമ്പിളായി ഉയർത്തുന്ന ഒരു മെത്തേഡാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടാങ്കിന്റെ വീതിയേക്കാൾ അല്പം നീളം കുറഞ്ഞ ഒരു സ്ട്രോങ് ഉള്ള മരത്തടി എടുത്ത് അതിൽ 4 റോപ്പുകൾ കെട്ടേണ്ടതാണ്. റോപ്പ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് വണ്ണമുള്ളത് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വലിച്ചു കയറ്റാൻ കുറച്ചുകൂടെ എളുപ്പമാക്കുന്നത്. ഒരു 12 mm കൂടുതൽ എങ്കിലും നല്ലതാണ്. പിന്നെ വലിച്ചുയർത്താൻ കുറച്ചുകൂടെ എളുപ്പമുള്ള ബിൽഡിങ്ങിന്റെ ഭാഗം സെലക്ട് ചെയ്യുകയും അവിടെ ടാങ്ക് കൊണ്ട് വെക്കുകയും നമ്മൾ കെട്ടി തയ്യാറാക്കിയ മരത്തടി ടാങ്കിന്റെ ഉള്ളിലേക്ക് ഇട്ട് ടാങ്ക് ഉയർത്താൻ നിൽക്കുന്ന 4 സുഹൃത്തുക്കളും സേഫാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം പതുക്കെ മുകളിലേക്ക് ഉയർത്തി ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആദ്യം എടുത്തു വെക്കുകയായിരുന്നു ഉണ്ടായത്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ പാരപ്പറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ടാങ്ക് പെട്ടെന്ന് തന്നെ ഫ്ലോറിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഈ വർക്ക് ഒന്നുകൂടെ സിമ്പിൾ ആവാനുള്ള കാരണം ഇവിടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് തന്നെയായിരുന്നു. അവിടെ നിന്ന് ഒരാൾ അങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ സൺഷെയ്ഡിന്റെ അടിയിൽ സാധാരണയായി ടാങ്കുകൾ ലോക്കാവുന്ന ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. ഇന്നത്തെ ഫസ്റ്റ് വർക്ക് തന്നെ ടാങ്ക് രണ്ടും ഉയർത്തി റൂഫിലേക്ക് കൊണ്ടുവെക്കണം എന്ന് തന്നെയായിരുന്നു. തലേ ദിവസത്തെ വെയിലിന്റെ അതിശക്തമായ ചൂട് കാരണം ഇന്നലെ മാറ്റിവെച്ചതായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറ്റുന്നത് നേരത്തെ പറഞ്ഞതുപോലെയല്ല. ഈ ബിൽഡിങ്ങിൻ്റെ തന്നെ സെൻട്രൽ പോർഷനിൽ കൂടിയാണ്. അതാകുമ്പോൾ 4 സൈഡിലും സപ്പോർട്ട് ചെയ്യാൻ എളുപ്പമാണ്. കൂടാതെ സ്റ്റെയർകേസിന്റെ സ്ലാബിലും കയറി നിന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഫസ്റ്റ് ഫ്ലോറിലെ പോലെ അത്ര എളുപ്പമായിരുന്നില്ല സെക്കൻഡ് ഫ്ലോറിൽ. ഇവിടെ ടാങ്ക് ഉയർത്തി വെക്കാൻ പാരപ്പറ്റ് ഒരു വില്ലനായി വന്നു. പാരപ്പറ്റിന്റെ ഹൈറ്റ് ആയിരുന്നു ഇതിന്റെ പ്രധാന കാരണം. എന്നാൽ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ഞങ്ങൾ മറ്റൊരു വഴിയായിരുന്നു കണ്ടത്. സെക്കൻഡ് ഫ്ലോറിലെ സ്റ്റെയർകേസിന്റെ മുകളിലെ സ്ലാബിൽ കയറി 2 പേർ റോപ്പ് ഉപയോഗിച്ച് വലിക്കുകയും താഴെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഒരാൾ പൈപ്പ് ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ ടാങ്ക് പെട്ടെന്ന് തന്നെ മറച്ച് അവിടെ വെക്കാൻ കഴിഞ്ഞു. പിന്നെ വെയിലിൻ്റെ ചൂട് കൂടുന്നതിന് മുമ്പ് തന്നെ അടുത്ത ടാങ്ക് കൂടെ കയറ്റാൻ വേണ്ടി ഞങ്ങൾ തുടങ്ങി. ടാങ്ക് ഹോളടിക്കുകയോ കണക്ടർ ഇടുകയോ ചെയ്തിട്ടില്ല. അത് റൂഫ് ടോപ്പിൽ നിന്ന് ചെയ്യാമെന്ന് കരുതി. കാരണം ടാങ്ക് പൊക്കുമ്പോൾ ചിലപ്പോൾ കണക്ടർ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ സാധാരണ ടാങ്ക് ഉയർത്തിയതിന് ശേഷമാണ് കണക്ടർ ഇടാറുള്ളത്. ചിലയിടങ്ങളിൽ ഹോൾ താഴെ നിന്ന് അടിച്ച് കണക്ടർ മുകളിൽ നിന്ന് ഇടാറാണ് പതിവ്. നിങ്ങളുടെ സൈറ്റിൽ ടാങ്ക് എങ്ങനെയാണ് ബിൽഡിങ്ങിലേക്ക് ഉയർത്തി വെക്കാറുള്ളത്? ഇതുപോലെ തന്നെയാണോ? ഇതുപോലെയുള്ള ചെറിയ വർക്കുകൾക്ക് വേണ്ടി ക്രെയിൻ ഉപയോഗിക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതേപോലെയുള്ള വീഡിയോകൾക്കായി എൻ്റെ പേജ് ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും അറിയിക്കേണ്ടതാണ്. എൻ്റെ വ്യൂവേഴ്സിൽ 93% എൻ്റെ ഫോളോവർ അല്ല എന്ന് സത്യം കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. വീണ്ടും കാണാം.